നമുക്ക് ഇതുപോലെ തന്നെ കണ്ടിന്യൂറ്റിക്ക് വരുന്ന വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് എസ് സ്ക്വയർ പ്ലസ് 1 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് 2 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1. ഇവിടെ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണം ലിമിറ്റ് എക്സ് ടെൻ ടു 1 എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. ഒന്നാമത്തെ എ പാർട്ട് ക്വസ്റ്റ്യൻ. ബി പാർട്ട് ക്വസ്റ്റ്യൻ അത് ചോദിച്ചേക്കണം ലിമിറ്റ് എക്സ് ടെൻ ടു 0 എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മളൊരു ലൈൻ വരയ്ക്കണം. ഇവിടെ ഏത് നമ്പറാണ് നമുക്ക് തന്നേക്കണേ? 1. എ എന്ന് പറഞ്ഞ നമ്പർ നമ്മുടെ 1 ആണ്. അപ്പം ഈ 1ൻ്റെ റൈറ്റിലോട്ട് പോകും തോറും ലെഫ്റ്റ് ഇതാണ്. റൈറ്റിൽ ഏതാണ്? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് വരും. ലെഫ്റ്റിൽ നമുക്ക് വരുന്ന ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് വരും. ഇവിടെ നോക്കിക്കേ, ഒന്നാമത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഈ 1നേക്കാൾ കുറവെന്ന് പറഞ്ഞത് ലെഫ്റ്റ് ആണ്. അപ്പം നമ്മുടെ ലെഫ്റ്റിന് കറസ്പോണ്ടിങ് ഫംഗ്ഷൻ ഏതാ? എസ് സ്ക്വയർ പ്ലസ് 1 വരും. ഇനി ഈ ഫംഗ്ഷൻ എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാണ്. അപ്പോൾ അവിടെ എന്താണ്? ഈ റൈറ്റിലോട്ട് പോകുമ്പോൾ 2 ആണ്. ഇവിടെ ഈക്വാളിറ്റിയും കൂടെ ഉണ്ടെങ്കിൽ അതായത് ഈ ഒരു ഫംഗ്ഷൻ എന്താണ്? എസ് സ്ക്വയർ പ്ലസ് 1 വരും. അപ്പോൾ ഇതെന്താണ്? ഈക്വലാണ്. ഈക്വൽ വരും. അപ്പോൾ ഒരു ഫംഗ്ഷനകത്ത് നമ്മളൊരു ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ തന്നിരിക്കുന്ന ഈ 1നേക്കാൾ കുറവാണെങ്കിൽ അത് ലെഫ്റ്റ്. ഈ 1 വന്നപ്പോൾ അതിന് ഈക്വല്. അടുത്ത ഇനി എക്സിൻ്റെ വാല്യൂ റൈറ്റിലോട്ട് പോകുമ്പോൾ കൂടുതലായതുകൊണ്ട് അതിന് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയും. അപ്പോൾ എന്തൊക്കെയുണ്ട് അവിടെ? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റായി, ഇക്വാളിറ്റി ആയി, റൈറ്റ് ഹാൻഡ് ലിമിറ്റായി. ഇനി ഇവിടെ നോക്കാം. ഇവിടെ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനകത്ത് നമ്മൾ ഇതിനെ ഒന്ന് കണ്ടിന്യൂസ് നമ്മുടെ ഫോർമുല കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യും. അവിടെ ചോദിച്ചേക്കണം എന്താണ്? നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എ പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻ ടു 1 എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ ഏതെല്ലാം കണ്ടുപിടിക്കണം? ലെഫ്റ്റും കണ്ടുപിടിക്കണം, റൈറ്റ് കണ്ടുപിടിക്കണം, ഇക്വാളിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മുടെ അവിടെ കിടക്കുന്ന ക്വസ്റ്റിനകത്ത് ഏതാ മക്കളെ? ലെഫ്റ്റ് അല്ലേ? അപ്പോൾ ലെഫ്റ്റിൻ്റെ ഫോർമുല എഴുതി എഫ് ഓഫ് എ മൈനസ് അപ്പോൾ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻ ടു എ മൈനസ് എഫ് ഓഫ് എക്സ് വരും. നമ്മുടെ ആ ക്വസ്റ്റിനകത്ത് എഫ് ഓഫ് എ മൈനസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻ ടു എ മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ആ എയുടെ സ്ഥാനത്ത് ഇറങ്ങുന്ന വാല്യൂ 1 മൈനസ് വരും. അപ്പോൾ ഇവിടെ എന്നാ വരും? ലിമിറ്റ് എക്സ് ടെൻ ടു 1 മൈനസ് അതിന് കറസ്പോണ്ടിങ് എടുക്കുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് സ്ക്വയർ പ്ലസ് 1. കാരണം ഈ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് വരുമ്പോൾ അതിന് കിടക്കുന്ന എന്താണ്? എസ് സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് കൊടുക്കാം? ലെഫ്റ്റ് ആണ്. അപ്പോൾ ആ വാല്യൂ അങ്ങനെ തന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഈ 1 കൊടുത്തു കഴിയുമ്പോൾ 1 മൈനസ് എന്ന് പറഞ്ഞാൽ അത് ലെഫ്റ്റിനെ സൂചിപ്പിക്കുന്ന വെറും സൈനാണ്. അവിടെ ഒരിക്കലും എന്നിന് എക്സിന് -1 കൊടുക്കരുത് കേട്ടോ. ഇത് 1 കൊടുക്കാമോ? ഇത് -1 വെറുതെ ലെഫ്റ്റിലേക്ക് എന്ന് സൂചിപ്പിക്കാൻ മാത്രം വേണ്ടി നമ്മൾ എഴുതുന്നതാണ്. ഇനി എക്സിന് 1 കൊടുക്കുമ്പോൾ എന്ത് വരും? 1 സ്ക്വയർ പ്ലസ് 1 വരും. അപ്പോൾ ആൻസർ നമുക്ക് 2 കിട്ടും. ഇനി അവിടെ ഒന്നോടെ ഉണ്ട്, ഇക്വാളിറ്റി വന്നാലും ഇതേ സെയിം ഫംഗ്ഷൻ തന്നെയാണ് അല്ലേ? അപ്പോൾ നമ്മൾ അടുത്ത് എഴുതും എഫ് ഓഫ് എ എഴുതും. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻ ടു എ എഫ് ഓഫ് എക്സ് വരും. അപ്പോൾ എയുടെ സ്ഥാനത്ത് ഏതാ? നമ്പർ 1 അല്ലേ? അപ്പോൾ ആ 1 കൊടുത്തു, എഫ് ഓഫ് 1 വരും. അപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻ ടു ഈ എയുടെ സ്ഥാനത്ത് ഏത് കൊടുത്തു? 1. ഈ അതിന് നേരെ കിടക്കുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഏതാ? എസ് സ്ക്വയർ പ്ലസ് 1 ആണ്. ആ എസ് സ്ക്വയർ പ്ലസ് 1 അവിടെ കൊടുത്തു. അപ്പോൾ 1 പ്ലസ് 1 ആയി. അപ്പോൾ ആൻസർ ഈസ് 2 ആയി. അപ്പോൾ നമ്മുടെ ഏത് ഫംഗ്ഷനായി? ലെഫ്റ്റ് ഇക്വാളിറ്റിയും ആയി. ഇനി നമ്മൾ എന്താണ്? റൈറ്റിലോട്ട് പോകുമ്പോൾ ഈ റൈറ്റ് ഹാൻഡ് ലിമിറ്റിന് കറസ്പോണ്ടിങ് കിടക്കുന്ന 2 അല്ലേ? അപ്പോൾ നമ്മുടെ റൈറ്റിൻ്റെ ഫോർമുല എന്താ മക്കളെ? എഫ് ഓഫ് എ പ്ലസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻ ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ആണ്. അവിടെ എയുടെ സ്ഥാനത്ത് 1 പ്ലസ് വരും. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻ ടു 1 പ്ലസ് അതിന് കറസ്പോണ്ടിങ് കിടക്കുന്ന കോൺസ്റ്റൻറ്റ് 2 ആണ്. അവിടെ വാല്യൂ കൊടുക്കാനൊന്നും ഇല്ല, അവിടെ വെറും 2 എഴുതിയാൽ മതി. അപ്പോൾ ദേ നമ്മുടെ 1 ലിമിറ്റ് എക്സ് ടെൻ ടു 1 എഫ് ഓഫ് എക്സിൻ്റെ ആൻസറായി. പിന്നെ നമ്മളിതൊന്ന് മൊത്തത്തിലൊന്ന് നമുക്ക് നോക്കാം. ഇത് ലെഫ്റ്റ് 2 ആണ്, റൈറ്റ് 2 ആണ്, ഇക്വാളിറ്റി ഇത് 3ഉം ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് 1 പ്ലസ് ഈക്വൽ ടു എഫ് ഓഫ് 1 മൈനസ് ഈക്വൽ ടു എഫ് ഓഫ് 1 ഈക്വൽ ടു 2 ആണ്. ദെയർഫോർ ഈ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസുമാണ്. അതോടൊപ്പം തന്നെ ഈ ഫംഗ്ഷൻ ഈസ് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇത് രണ്ടും ചെയ്യും. കണ്ടിന്യൂസ് ഫംഗ്ഷനുമാണ്, എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനും ആയിരിക്കും ഇതെന്ന് പറഞ്ഞാൽ. നമുക്കിതിപ്പോൾ എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷനും എക്സിസ്റ്റ് ചെയ്യും. എക്സിസ്റ്റ് ചെയ്യണ എല്ലാ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷനും എന്ത് തന്നെയായിരിക്കും? എക്സിസ്റ്റ് ചെയ്യുമെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ആദ്യത്തെ തന്നെ ആൻസർ. ഇനി ബി പാർട്ട് ക്വസ്റ്റിനിലേക്ക് പോകണം. ലിമിറ്റ് എക്സ് ടെൻ ടു 0 എഫ് ഓഫ് എക്സ്. ഇവിടെ നോക്കിയേ, ലിമിറ്റ് എക്സ് ടെൻ ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ 1ൻ്റെ ഇപ്പുറത്താണ് കിടക്കണം അല്ലേ? എക്സിൻ്റെ വാല്യൂ 0 കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പുറത്തേക്കാണ് പോകണം. അപ്പോൾ ലെഫ്റ്റിൻ്റെ ഫംഗ്ഷൻ ഏതാ? എസ് സ്ക്വയർ പ്ലസ് 1. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻ ടു 0 എഫ് ഓഫ് എക്സിനകത്ത് ഈ എഫ് ഓഫ് എക്സ് ഏതാ നമ്മൾ കൊടുക്കേണ്ടത്? ഈ എസ് സ്ക്വയർ പ്ലസ് 1 കൊടുക്കണം. കാരണം ഇവിടെ എക്സ് 1നേക്കാൾ കുറവ് ഏത് വാല്യൂ വന്നാലും വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതാണ്? എസ് സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പം നമുക്ക് ലെഫ്റ്റ് ഈ ലിമിറ്റ് എക്സ് ടെൻ ടു 0യുടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഏത് തന്നെയായിരിക്കും? എസ് സ്ക്വയർ പ്ലസ് 1 ആയിരിക്കും.
അപ്പോൾ നമ്മൾ എന്തോടെ കണ്ടുപിടിക്കും? ലിമിറ്റ് എക്സ്റ്റെൻഡ് 0 എഫ് ഓഫ് എക്സോടെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കൂ മക്കളെ, ലിമിറ്റ് എക്സ്റ്റെൻഡ് 0 എഫ് ഓഫ് എക്സ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എക്സ്റ്റെൻഡ് 0 ആകുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിലേക്ക് ആ ഫംഗ്ഷൻ കിടക്കണേ. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡ് 0ക്ക് നമ്മൾ ഏത് വാല്യൂ കൊടുക്കണം? എസ് സ്ക്വയർ പ്ലസ് 1 കൊടുക്കണം. 0 കൊടുത്തു കഴിയുമ്പോൾ 0 സ്ക്വയർ പ്ലസ് 1 ആയി, ആൻസർ 1 ആയി, നമ്മുടെ ആൻസർ 1 ആയി. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡ് 0 എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വാലിറ്റിയും കണ്ടുപിടിക്കണം. ദെൻ അനദർ എക്സാമ്പിൾ, നമുക്ക് നാലാമത്തെ ഒരു എക്സാമ്പിളോട് നോക്കാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 3x + 1 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഏത് നമ്പർ വേണമെങ്കിലും എക്ക് അവിടെ വരാം. ദെൻ അടുത്ത് വരുമ്പോൾ 2 കൊടുക്കുമ്പോൾ 7 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2. ഈ ഫംഗ്ഷൻ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? ലിമിറ്റ് എക്സ്റ്റെൻഡ് 2 കണ്ടുപിടിക്കണം, എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം, ഒരെണ്ണം എ പാർട്ട് ക്വസ്റ്റ്യൻ. ബി എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻ ടു ഇവിടെ നമ്മൾ 2 അതാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡ് 3 എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. ഏത് വേണമെങ്കിലും ചോദിക്കാം. ലിമിറ്റ് എക്സ്റ്റെൻഡ് 3 ആകുമ്പോൾ അവിടെ ഏതായിരിക്കും? റൈറ്റിലോട്ടാവണം. ആ നമ്പറിനെ ബേസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു നമ്പറിനകത്ത് എന്താ? ലിമിറ്റ് എക്സ്റ്റെൻഡ് 2 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലെഫ്റ്റും റൈറ്റും ഇക്വാലിറ്റിയും കണ്ടുപിടിക്കണം. അത് എന്തുകൊണ്ടാണ്? ഇവിടെ തന്നേക്കണ നമ്പർ എന്താ? 2 ആ. അപ്പോൾ അങ്ങനെ പറയുന്ന നമ്പർ ഇവിടെ തരുമ്പോൾ അതിന് എല്ലാ നമ്പറും നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ 2 എന്ന നമ്പർ എടുത്തു. ഈ 2വിൻ്റെ റൈറ്റിലോട്ട് പോകുമ്പോൾ എന്താണ്? റൈറ്റ് ഹാൻഡ് ലിമിറ്റാണ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റാണ്. ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റാണ്. ഈ 2 വരുമ്പോൾ നമുക്ക് ഇക്വലാണ്, ഇക്വാലിറ്റിയാണ്, ഈക്വലാണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നോക്കി, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഈ 2വിനേക്കാൾ കുറവ് വന്ന നമ്മുടെ ഫംഗ്ഷൻ ഏതാ? 3x + 1 ആണ്. ഇനി x2 വരുമ്പോഴും നമ്മുടെ ഫംഗ്ഷൻ അതിന് കറസ്പോണ്ടിങ് കിടക്കുന്ന ഏതാ മക്കളെ? 3x + 1 ആണ്. ഇനി എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 2 വന്നാൽ ഇവിടെ എന്താണ്? 2. ഈ 2വിനേക്കാൾ കുറവ് വന്നാൽ അവിടെ എന്താണ്? 7 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നെ അടയാളപ്പെടുത്തി. ഇനി ഈ ഒരു ഫംഗ്ഷനകത്ത് ഇതെല്ലാം കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഓരോന്നായിട്ട് എടുക്കുക. ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ എഴുതാം. ഇത് ലെഫ്റ്റ് ഹാൻഡ് ഈക്വൽ, ഇത് നമ്മുടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റാണ്. അപ്പം ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഫോർമുലയാണ് കൊടുക്കേണ്ടത്? എഫ് ഓഫ് എ മൈനസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് വരും. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാ കൊടുക്കേണ്ടത്? എഫ് ഓഫ് എ മൈനസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്. അവിടെ എയുടെ സ്ഥാനത്ത് കിടക്കുന്ന നമ്പർ 2 ആണ്. 2 മൈനസ് വരും. അപ്പം ലിമിറ്റ് എക്സ്റ്റെൻഡ് 2 മൈനസ് വരും. അതിന് കറസ്പോണ്ടിങ് കിടക്കുന്ന ഫംഗ്ഷൻ ഏതാ? 3x + 1 ആണ്. ആ 3x + 1 നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കണം. ഇവിടെ ഈ എക്സിന് ഈ 2 കൊടുത്തു കഴിയുമ്പോൾ എന്ത് വരും? 3 × 2 + 1 വരും. അപ്പോൾ 3 × 2 6 വരും. 6 + 1 വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? 7 വരും. അത് കിട്ടും. ഇനി അവിടെ ഈക്വാളിറ്റി കിടക്കുന്ന ഏതിനാണ്? 2വിനാണ്. അതിന് നേരെ ആ ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട 3x + 1 ആണ്. അപ്പോൾ ഇക്വാളിറ്റിയുടെ ഫോർമുല എന്നാ മക്കളെ? എഫ് ഓഫ് എ ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എ എഫ് ഓഫ് എക്സ് ആണ്. അവിടെ എയുടെ സ്ഥാനത്ത് ഏത് നമ്പറാണ് വരുന്നത്? 2 അല്ലേ? അപ്പോൾ നമ്മൾ എഫ് ഓഫ് 2 വരും. എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ അവിടെ 3x + 1 വരും. അപ്പോൾ വാല്യൂ കൊടുക്കുമ്പോൾ 3 × 2 + 1. അപ്പോഴും നമ്മുടെ ആൻസർ എന്ത് വരും? 7 വരും. അപ്പോൾ അത് 2 കിട്ടി കഴിഞ്ഞു. ഇനി നമ്മളെ അടുത്ത ഏതാണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ട? റൈറ്റ് ആണ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെ വാല്യൂ റൈറ്റിലോട്ട് പോകുമ്പോൾ എന്താണ് വാല്യൂ വരുന്നത്? 7 ആണ്. ഇവിടെ നമ്മുടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെ ഫോർമുല എന്നാ മക്കളെ? എഫ് ഓഫ് എ പ്ലസ് വരും. അപ്പോൾ ഇവിടെ എന്ത് വരും? ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് വരും. അപ്പോൾ എയുടെ സ്ഥാനത്ത് നമ്പർ തന്നേക്കണം നമുക്ക് 2+ ആണ്. അപ്പോൾ എഫ് ഓഫ് 2+ എന്ന് പറഞ്ഞ് എന്ത് വരും? ഓൾറെഡി അവിടെ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ കോൺസ്റ്റൻറ്റ് നമുക്ക് ചുമ്മാ അങ്ങനെ എഴുതാം. വേറെ വാല്യൂസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആയി തന്നെ ആൻസറായി. ഇനി നമ്മളോട് ഒരു ക്വസ്റ്റിനോടെ ബി പാർട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ലിമിറ്റ് എക്സ് ടെൻ ടു 3 എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 3 എന്ന് പറഞ്ഞാൽ എന്താണ്? ആ 3 എവിടെയാണ് വരുന്നത്? 2വിൻ്റെ റൈറ്റിലോട്ടാണ് വരുന്നത്. അപ്പോൾ അത് ഏത് ഫംഗ്ഷനാണ് കൊടുക്കണേ? റൈറ്റിൻ്റെ ഫോർമുല കൊടുക്കുക. അപ്പോൾ എഫ് ഓഫ് 3 എന്ന് പറയുന്നത് അവിടെ വെറും ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മൾ ചുമ്മാ എടുത്ത് എഴുതിയാൽ മാത്രം മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 3 എന്ന് പറയുന്നത് 7 വരും. അപ്പം ഈ ഒരു കണ്ടീഷൻ നമുക്ക് ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി അടുത്ത നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ, 5th എക്സാമ്പിൾ നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു mod x/x if x not equal to 0 and 2 if x equal to 0 എന്ന് വെച്ചോ. ഇത് നമുക്കൊരു ഫംഗ്ഷൻ തന്നേക്കുവാണ്. മോഡുലസ് x/x എക്സ് നോട്ട് ഈക്വൽ ടു 0 2 if x equal to 0 നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്കറിയാം എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ 2 വാല്യൂ ഉണ്ട്. ഒന്ന് പോസിറ്റീവ് വാല്യൂ, ഒന്ന് നെഗറ്റീവ് വാല്യൂ. അപ്പോൾ ഈ ഫംഗ്ഷനെ തന്നെ നമ്മളൊന്ന് മാറ്റി എഴുതണം. ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ഈ 0യേക്കാൾ കൂടുതൽ ഏത് വന്നാലും ഈ മോഡുലസിന് പോസിറ്റീവ് എക്സ് വരും, ഡിവൈഡഡ് ബൈ എക്സ് വരും. അപ്പോൾ ഇത് രണ്ടും വെട്ടുമ്പോൾ നമുക്ക് 1 കിട്ടും.
ഇനി ഇവിടെ നമ്മൾ നോക്കാം ഇഫ് എക്സ് ലെസ് ദാൻ 0 വരുമെന്ന് വെച്ചോ, 0യേക്കാൾ കുറവ് ഏത് വന്നാലും ഈ മോഡുലസ് എക്സിന് നെഗറ്റീവ് എക്സ് വരും. മോഡുലസ് എക്സിൻ്റെ വാല്യൂ എന്താണ്? നെഗറ്റീവ് എക്സ് വരും. അപ്പം നെഗറ്റീവ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് വരും. അപ്പോൾ വെട്ടിപ്പോകുമ്പോൾ നമുക്ക് -1 കിട്ടും. 2 if എക്സ് ഈക്വൽ ടു 0 ആയി. നമ്മൾ ഈ ഒരു ഫംഗ്ഷനകത്ത് എല്ലാ ടേമും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഗ്രേറ്റർ ദാൻ 0 ആയി, ലെസ് ദാൻ 0 ആയി, ഇക്വാളിറ്റി ആയി. ഇനി ഇത് നമ്മൾ കൊടുക്കണം, ഈ നമ്പർ എടുക്കണം 0. 0യുടെ റൈറ്റിലോട്ട് പോകുമ്പോൾ ഇതെന്താണ്? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ ഇത് ലെഫ്റ്റ് ആണ്. ഇത് വരുമ്പോൾ നമ്മൾ ഈക്വൽ ആണ്. അപ്പോൾ ഇത് എക്സിൻ്റെ വാല്യൂ 0യേക്കാൾ കൂടുതൽ വന്ന റൈറ്റ്, അപ്പോൾ റൈറ്റ് കൊടുത്തു. ഇവിടെ 0, എക്സിൻ്റെ വാല്യൂ 0യേക്കാൾ കുറവ് വന്ന ഏതാ? ലെഫ്റ്റ്, അപ്പോൾ ഇത് ലെഫ്റ്റ് കൊടുത്തു. എക്സിൻ്റെ വാല്യൂ 0, അതെന്ത് കൊടുത്തു? ഈക്വൽ കൊടുത്തു. അപ്പോൾ നമ്മൾ എന്താണ്, ഇത് പ്രത്യേകിച്ച് പറഞ്ഞില്ല എങ്കിൽ നമ്മളിതെല്ലാം 0, ഒരു നമ്പർ പറയുന്നില്ലെങ്കിൽ അതിൻ്റെ എല്ലാം ആ 0യിൽ വരുന്ന ഇതുപോലെ എല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതി. അവിടെ ആദ്യം ഏതാണ് കിടക്കുന്ന ഫോർമുല? റൈറ്റ് ആണ്. റൈറ്റിൻ്റെ ഫോർമുല എന്താ മക്കളെ? എഫ് ഓഫ് എ പ്ലസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻ ടു എ എഫ് എ പ്ലസ് എഫ് ഓഫ് എക്സ് ആണ്. അവിടെ നമുക്കറിയാം എയുടെ സ്ഥാനത്ത് കിടക്കുന്ന നമ്പർ 0 ആണ്. അപ്പോൾ എഫ് ഓഫ് 0 പ്ലസ് എന്ന് പറഞ്ഞാൽ വെറും 1 ആണ്. അവിടെ ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മൾ വേരിയബിൾ ഒന്നും കൊടുക്കാനില്ലെങ്കിൽ ആ വാല്യൂ എഴുതിയിട്ട് നേരെ കൊടുത്താൽ മതി. ഇനി അടുത്ത് നമ്മൾ ലെഫ്റ്റ് ആണ് നമ്മുടെ ഫോർമുല. എഫ് ഓഫ് എ മൈനസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻ ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ എയുടെ സ്ഥാനത്ത് ഏത് വരും? 0 മൈനസ് വരും. അവിടെ നമുക്കറിയാം -1 ആണ്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അതങ്ങനെ തന്നെ എഴുതി. ഇനി അടുത്ത് നമ്മൾ ഇക്വാളിറ്റി എഴുതി. എഫ് ഓഫ് എ, അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻ ടു എ എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ അവിടെ എയുടെ സ്ഥാനത്ത് ഏതാ മക്കളെ കിടക്കണം? 0 ആണ്. ആ 0യ്ക്ക് കറസ്പോണ്ടിങ് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. ഒരു വേരിയബിൾ ഇല്ല എന്ന് വെച്ചോ, നമ്മളിങ്ങനെ ഒരു ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ അതിന് വേരിയബിൾ ഇല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ഇക്വേഷൻ എഴുതിയിട്ട് എഫ് ഓഫ് 0 പ്ലസ് എഴുതിയിട്ട് ആ നമ്പർ മാത്രം എഴുതിയാൽ മതി. കാരണം എക്സിൻ്റെ വാല്യൂ 1ലേക്ക് അടുക്കും എന്ന് പറഞ്ഞാൽ അവിടെ വേരിയബിൾ ഇല്ല. അപ്പോൾ ആ ഒരു കോൺസ്റ്റൻറ്റ് അങ്ങനെ തന്നെ എഴുതിയാൽ മാത്രം മതി. ഇവിടെ ലെഫ്റ്റ് എന്ന് പറഞ്ഞു, ലെഫ്റ്റിൻ്റെ ഫോർമുല എഴുതി. അവിടെ വേരിയബിൾ ഇല്ല, വെറും അതിൻ്റെ ആൻസർ ഒരു -1 ആണ്. അപ്പോൾ നമ്മൾ എഫ് ഓഫ് 0 മൈനസ് എഴുതിയിട്ട് എന്ത് എഴുതിയാൽ മതി? ഈ മൈനസ് എഴുതിയാൽ മതി. അടുത്ത നമ്മൾ നോക്കുക, എക്സ് ഇക്വൽ 0 ആണ്, 2 ആണ്. അപ്പോൾ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ നേരെ എന്ത് എഴുതാം? 2 ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഫംഗ്ഷൻ എല്ലാം വേറെ വേറെയാണ് അല്ലേ? ലെഫ്റ്റും വേറെയാ, റൈറ്റും വേറെയാ, ഇക്വാളിറ്റി ഒക്കെ വേറെ വേറെ കിടക്കുവാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യോ? ഇല്ല. കാരണം എന്താ? എഫ് ഓഫ് 0 പ്ലസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് 0 മൈനസ് ഈക്വൽ അല്ല. അപ്പോൾ ദ ഫംഗ്ഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പറയും. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ? അല്ല. ഇതും എല്ലാം വേറെ വേറെ കിടക്കണം. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷനാണെന്ന് പറയാൻ പറ്റും. നമ്മൾ ഈ കാൽക്കുലസ് പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നന്നായിട്ട് ഭംഗിയായിട്ട് പഠിച്ചു പോകണം. എങ്കിൽ മാത്രമേ നമ്മൾ ഹയർ സ്റ്റഡീസിന് വരുമ്പോൾ നമുക്ക് എളുപ്പമുള്ളൂ. ഈ ഒരു ചാപ്റ്റർ +1 അങ്ങനെ തന്നെ നമുക്ക് സെക്കൻഡ് ഇയറും ഉണ്ട് കേട്ടോ. നമ്മൾ കാൽക്കുലസ് പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഓരോ പ്രോബ്ലവും ടൈപ്പ് തിരിച്ച് നല്ലവണ്ണം പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ ഒക്കെ വളരെ സിമ്പിളാണ്. നമ്മുടെ ഈ +1 കണ്ടിന്യൂറ്റി എന്ന ടോപ്പിക്ക് നമുക്ക് സെക്കൻഡ് ഇയറിൽ ഇങ്ങനെ തന്നെ പഠിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. ഓരോ വീഡിയോയും ഒരു 45 മിനിറ്റ് ദിവസം കാണുക എന്നുള്ളത് നമ്മൾ നിർബന്ധമാക്കണം. അതോടൊപ്പം തന്നെ ഈ ക്ലാസ്സോടെ ക്ലാസ്സിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക. അത് മാക്സിമം കുട്ടികളിൽ അത് നല്ലവണ്ണം പ്രയോജനപ്പെടുത്താൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി നെക്സ്റ്റ് ഡേ. താങ്ക് യു.